അബ്ദുൾ റഹീമിനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ 34 കോടി രൂപ മോചന ദ്രവ്യം സമാഹരിച്ചതോടെ അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഒരു നാട് മുഴുവൻ. എത്രയും വേഗം തന്നെ പണം കൈമാറി റഹീമിനെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് കുടുംബവും സഹായ സമിതിയും. ഇന്ത്യൻ എംബസി വഴിയായിരിക്കും പണം കൈമാറുന്നത്. ഇപ്പോൾ റഹീമിന്റെ നിയമസഹായ കമ്മിറ്റി മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഒന്നുകിൽ റഹീമിന് ഒരു മാസത്തിൽ സംഭവിച്ച സൗദി അറേബ്യയുടെ നിയമപരമായ അജ്ഞത റഹീമിനെ സൗദിയൻ കോടതികൾ ശിക്ഷിക്കപ്പെടുന്ന ഒരു കാരണമായിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുഴുവനും റഹീം യെസ് എന്ന് ഉത്തരം നൽകാൻ കാരണം എന്താണെന്നുള്ളത് ഞാൻ ജുഡീഷ്യൽ ജഡ്ജ്മെൻറ്റ് പരിശോധിച്ചപ്പോൾ നമുക്ക് കാണാൻ. അതുകൊണ്ട് തന്നെയാണ് റിയാദ് ദമാം ക്രിമിനൽ കോടതി ശിക്ഷിക്കപ്പെട്ട ഇത് അപ്പീൽ കോടതിയും അതുപോലെ സുപ്രീം കോടതിയൊക്കെ അത് എന്താക്കിയത് ശരിവെച്ച്. നമ്മൾ ആദ്യം തന്നെ റിയാദ് കമ്മിറ്റി സ്റ്റിയറിംഗ് കമ്മിറ്റി എടുത്തൊരു നിലപാട് റഹീമിനെ മോചിപ്പിക്കുക എന്നുള്ളത് സൗദി അറേബ്യ നമുക്ക് നൽകുന്ന ധ്യേയവുമായി ബന്ധപ്പെട്ട ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടും എന്നാൽ സൗദി അറേബ്യയുടെ നിയമപരമായ അവകാശങ്ങളും അവരുടെ വിചാരണ രീതികളും ഒക്കെ പരസ്പരം ബഹുമാനിച്ചും ആദരിച്ചും അംഗീകരിച്ചും കൊണ്ടാണ് നമ്മൾ ഈ കമ്മിറ്റി ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ പ്രവർത്തിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. റഹീമിൻ്റെ നിയമസഹായ ഭാരവാഹികളാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്. റഹീമിൻ്റെ മോചനത്തിനായുള്ള ആദ്യഘട്ടം ആരംഭിക്കുകയാണ്. അതായത് സമാഹരിച്ച പണം ബാങ്കിൽ നിന്ന് നേരെ വിദേശകാര്യ മന്ത്രാലയത്തിലേക്ക്, അവിടെ നിന്ന് ഇന്ത്യൻ എംബസി വഴി ഈ സൗദി കുടുംബത്തിലേക്ക് എത്തിക്കുകയാണ്. അതിന്റെ പ്രാഥമിക ഘട്ടങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അഷ്റഫ് വേങ്ങാടാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. അദ്ദേഹം അവിടെ ഉണ്ട്. എല്ലാ കാര്യങ്ങളും അദ്ദേഹം തന്നെയാണ് നിയന്ത്രിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ മോചനത്തിന് വേണ്ടി ഒരു നാട് മുഴുവൻ, ഒരുപക്ഷെ കേരളക്കര മുഴുവൻ കാത്തിരിക്കുന്നു.